ഡൽഹിയിൽ നിന്ന് വലിയൊരു ഈ തെരഞ്ഞെടുപ്പ് കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള വലിയൊരു ബോംബ് പൊട്ടിച്ചതിന് ശേഷമാണ് ഇങ്ങനെയൊരു യാത്രയുമായി രാഹുൽ ഗാന്ധി മുന്നോട്ട് വരുന്നത്. അതിന് പരിസമാപ്തി കുറിക്കുമ്പോൾ ആ യാത്ര എത്രത്തോളം വിജയകരമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുമുണ്ട്. ഇനിയിപ്പോഴുള്ള ഇന്ത്യ സഖ്യത്തിന്റെ നീക്കങ്ങൾ ഏതൊക്കെ രീതിയിലായിരിക്കും? ഇന്നിപ്പോൾ വലിയ മഹാറാലിയൊക്കെ നടക്കാനിരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇനി ഏത് രീതിയിലായിരിക്കണം തുടർ പ്രക്ഷോഭങ്ങൾ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഈ ഒരു റാലിയിൽ പ്രഖ്യാപിക്കുമെന്ന് കരുതാമോ? കൃത്യമായി BJPക്കെതിരെ ഒരു ശക്തമായ ആയുധം തന്നെയാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുള്ളത്. അത് കൃത്യമായ തെളിവുകളും അവരുടെ പക്കലുണ്ട്. അപ്പോൾ ഈ ആരോപണങ്ങൾ വരും ദിവസങ്ങളിൽ സജീവ ചർച്ചയായി നിർത്തി അത് കൂടുതൽ സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിപ്പിക്കുക, കൂടുതൽ ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കുക എന്ന് തന്നെയാണ് ഇന്ത്യ സഖ്യം ഒരു വിലയിരുത്തൽ നടത്തുന്നത്. ഇതിനുവേണ്ടിയുള്ള ആസൂത്രണവും ചർച്ചകളും വരും ദിവസങ്ങളിൽ നടക്കും. ഒരുപക്ഷെ ഇന്ന് ഈ മഹാറാലിയിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങളും രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിന്റെ നേതാക്കളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകും. നമുക്കറിയാം, കേരളത്തിലടക്കം കോൺഗ്രസ് നേതാക്കൾ വിവിധ ഇടങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രചാരണങ്ങളും പോസ്റ്ററുകളുമായി വീടുകൾ തോറും കയറിയിറങ്ങുന്നതെല്ലാം നമ്മൾ കണ്ടതാണ്. കൃത്യമായി ജനങ്ങൾക്കിടയിലേക്ക്, സാധാരണ ജനങ്ങൾക്കിടയിലേക്ക് ഇത് എത്തിക്കേണ്ട ഒരു ആവശ്യകത അത് എത്രത്തോളം ഉണ്ടെന്ന് തന്നെയാണ് രാഹുൽ ഗാന്ധി വ്യക്തമാക്കുന്നത്. കാരണം ധനികരുടെ വോട്ടുകൾ ഒന്നും നഷ്ടപ്പെടുന്നില്ല, മറിച്ച് പാവപ്പെട്ടവരുടെയും ആദിവാസികളുടെയും സാധാരണക്കാരുടെയും വോട്ടുകളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനും BJPയും മോഷ്ടിക്കുന്നു എന്നതാണ് രാഹുൽ ഗാന്ധിയും ഇന്ത്യ സഖ്യവും ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണ ജനങ്ങൾക്കിടയിലേക്ക് കൃത്യമായി ഈ ആരോപണങ്ങളും തെളിവുകളും അടക്കം ഇറങ്ങി ചെല്ലുക എന്നതാണ് ഇന്ത്യ സഖ്യം തീരുമാനിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. അത് കൃത്യമായി വരും ദിവസങ്ങളിൽ നടത്തുക. അത് ബീഹാറിൽ മാത്രമല്ല, മറ്റ് സംസ്ഥാനങ്ങളിൽ ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സംസ്ഥാനങ്ങളുണ്ട്. അതുപോലെ തന്നെ ഈ സമീപകാലത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനങ്ങൾ, കാരണം അട്ടിമറി ആരോപിക്കുന്ന സംസ്ഥാനങ്ങളുണ്ട്, അവിടെ എല്ലാം കൃത്യമായി ഇക്കാര്യങ്ങൾ സാധാരണക്കാരെ ബോധ്യപ്പെടുത്തണം. കാരണം തങ്ങളുടെ വോട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ അവകാശങ്ങളെ മറികടന്നുകൊണ്ടാണ് ഇത്തരം അതിക്രമങ്ങൾ നടക്കുന്നു എന്ന് തന്നെയാണ് രാഹുൽ ഗാന്ധി ആരോപിക്കുന്നത്. ഈ ആരോപണങ്ങൾ ജനങ്ങൾക്കിടയിലേക്ക് എത്തിച്ച് അത് ജനങ്ങൾ തന്നെ ഇത്തരം ആരോപണങ്ങളും കൃത്രിമത്വവും കാണിക്കുന്നവരെ പുറത്താക്കണമെന്ന് തന്നെ രാഹുൽ ആവശ്യപ്പെടുകയാണ്. അതെ, ജനങ്ങൾ തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. തൗഫീഖ് കൂടി തുടരുന്നുണ്ട്. തൗഫീഖ്, സാധാരണ ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് നമ്മൾ കാണുന്നത് തന്നെയാണ് ഈ ജാതി രാഷ്ട്രീയത്തിന്റെ അരങ്ങായി മാറുകയാണ് പതിവ്. പക്ഷേ അതിൽ നിന്നൊക്കെ വിഭിന്നമായിട്ടുള്ള ഒരു രീതിയാണ് ഇത്തവണ രാഹുൽ ഗാന്ധി സ്വീകരിച്ചിരിക്കുന്നത്. അത് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ എത്രത്തോളം പ്രതിഫലിക്കാനുള്ള സാധ്യതയുണ്ട്? അമൃത, വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഇന്ത്യ സഖ്യം പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് ഈ യാത്ര വലിയ രീതിയിൽ ആളുകളെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളൊരു വിലയിരുത്തലാണ് കോൺഗ്രസിന്റെയും അതോടൊപ്പം തന്നെ RJDയും എല്ലാം ആ നേതാക്കളുമായി സംസാരിച്ചപ്പോൾ നമ്മളോട് പങ്കുവച്ചത്. കാരണം ഈ യാത്ര കടന്നു ചെന്ന ഇടങ്ങളിലെല്ലാം, പ്രത്യേകിച്ച് ഈ വോട്ട് നഷ്ടമായ ആളുകളുടെ സ്ഥലങ്ങളിലൂടെയായിരുന്നു യാത്ര ഭൂരിഭാഗവും കടന്നുപോയത്. അതുകൊണ്ട് അവിടങ്ങളിൽ നിന്നുള്ള ആളുകൾ ഈ യാത്രയെ പൂർണ്ണമായും സ്വീകരിച്ചിരുന്നു. വലിയ ജനത്തിരക്കുണ്ടായിരുന്നു. അതുകൊണ്ട് യാത്രയുടെ ഉദ്ദേശ ലക്ഷ്യത്തെ ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ രാഹുൽ ഗാന്ധിക്കും തേജസ്വി യാദവിനും സാധിച്ചു. അത് ആളുകൾക്ക് മനസ്സിലാവുകയും ചെയ്തു. അതുകൊണ്ട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റത്തിന് സാധ്യത വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് വോട്ടർ പട്ടികയിൽ നിന്നും നിരവധി ആളുകളുടെ പേര് വെട്ടിയിരുന്നു, സ്ഥലം മാറിപ്പോയി, അതോടൊപ്പം തന്നെ മരണപ്പെട്ടു തുടങ്ങിയ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു നിരവധി ആളുകൾ, പ്രത്യേകിച്ച് ജീവിച്ചിരിക്കുന്ന നിരവധി ആളുകളുടെ പേരുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടിമാറ്റി. അതുകൊണ്ട് അവരുൾപ്പെടെ ഈ റാലിയുടെ ഭാഗമാകുന്നതെല്ലാം നമ്മൾ കാണുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് അത് വലിയ പ്രതീക്ഷ ഈ സഖ്യത്തിന് നൽകുന്നുണ്ട്. ആ പ്രതീക്ഷയിൽ വലിയ മുന്നേറ്റം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സാധ്യമാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷയും ഉള്ളത്. എന്തായാലും ഈ റാലി ഇപ്പോൾ ഇവിടെ നിന്ന് ആരംഭിച്ചിട്ടുണ്ട്. ആ റാലിയിൽ വലിയ ജനത്തിരക്ക് ഇപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും. ഈ വാഹനം, രാഹുൽ ഗാന്ധി സഞ്ചരിക്കുന്ന തുറന്ന വാഹനം വളരെ പതുക്കെയാണ് അംബേദ്കർ പാർക്കിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കാരണം അത്രയധികം ജനങ്ങൾ, സാധാരണക്കാരായ മനുഷ്യർ ഈ പാട്നയിലെ ഗാന്ധി മൈതാനത്ത് രാവിലെ മുതൽ തടിച്ചുകൂടിയിരുന്നു. അവരാണ്, അല്ലെങ്കിൽ വോട്ടർമാരായിട്ടുള്ള മനുഷ്യരാണ് ഈ തടിച്ചുകൂടിയിരിക്കുന്നത്. തങ്ങൾ ഉയർത്തിയ മുദ്രാവാക്യം വിജയിച്ചു, അല്ലെങ്കിൽ അത് ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അതുകൊണ്ടാണ് ഇത്രയധികം ആളുകൾ ഇവിടെ തടിച്ചുകൂടിയത് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ കോൺഗ്രസിന്റെയും RJDയെയും മറ്റ് ഇന്ത്യ സഖ്യ നേതാക്കളെല്ലാം പങ്കുവെക്കുന്നത്. വലിയ മുന്നേറ്റം എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ സാധ്യമാകുന്നത് തന്നെയാണ് പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്ന നേതാക്കൾ. എന്നാലും യാത്ര അല്പസമയത്തിനകം തന്നെ ഗാന്ധി പാർക്കിലേക്ക് ഗാന്ധി പാർക്കിൽ നിന്ന് ഉടൻ തന്നെ അംബേദ്കർ പാർക്കിലേക്ക് ഇത് എത്തിച്ചേരുമെന്നാണ് നിലവിൽ മനസ്സിലാകുന്നത്. എന്നാൽ അതിനുശേഷമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട സമാപന സമ്മേളനം നടത്തുക. ഗാന്ധി പാർക്കിൽ നിന്ന് ആരംഭിച്ച യാത്ര അവസാനിച്ചതിന് ശേഷം, പ്രത്യേകിച്ച് ഈ അംബേദ്കർ പാർക്കിൽ അവസാനിച്ചതിന് ശേഷമായിരിക്കും സമാപന സമ്മേളനം എന്നാണ് കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചിരിക്കുന്നത്. അത് എത്രത്തോളം സാധ്യമാകുമെന്ന് അറിയില്ല. കാരണം അതെ, നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം നിരവധി ആളുകൾ
ആ യാത്രയ്ക്കൊപ്പം രാഹുൽ ഗാന്ധിക്കും തേജസ്വി യാദവിനും ഒപ്പം ചേർന്നിട്ടുണ്ട്. നേരത്തെ തൗഫീഖ് തന്നെ സൂചിപ്പിച്ചതുപോലെ ഈ രാഷ്ട്രീയ പാർട്ടി അണികളെ അല്ലെങ്കിൽ പ്രവർത്തകരെക്കാൾ ഉപരി സാധാരണക്കാരാണ് ജനങ്ങൾക്ക് ഈ യാത്രയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് രാഹുലിനൊപ്പം ഉള്ളത്. അതുകൊണ്ട് തന്നെ വളരെ മെല്ലെയാണ് ഈ രാഹുലിന്റെയും തേജസ്വിയുടെയും വാഹനം, തുറന്ന വാഹനത്തിലാണ് അവർ പോകുന്നത്. ആ വാഹനം അവിടെ നിന്ന് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എത്ര മണിയോടുകൂടി അംബേദ്കർ പാർക്കിലേക്ക് എത്തുമെന്നാണ് കരുതുന്നത്? ഉച്ചയോടുകൂടി ഈ സമാപന സമ്മേളനം ആരംഭിക്കുമെന്നാണല്ലോ നേരത്തെ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ വൈകാനുള്ള സാധ്യതയാണോ നിലവിലെ കാഴ്ചകളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ശരി, തൗഫീഖിലേക്ക് എത്താം. പട്നയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. അക്ഷരാർത്ഥത്തിൽ ബീഹാറിനെ ഇളക്കി മറിച്ചുകൊണ്ടുള്ള ഒരു യാത്ര തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെയും തേജസ്വി യാദവിന്റെയും നേതൃത്വത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അവസാന ദിനമായി ഇന്നും നിരവധി ആളുകൾ, സാധാരണക്കാർ, ജനങ്ങൾ യാത്രയ്ക്കൊപ്പം അവർക്കൊപ്പം ചേരുന്ന കാഴ്ചകളാണ് അവിടെ നിന്ന് കാണുന്നത്. ആ ദൃശ്യങ്ങളിലേക്ക് അമൃത, 16 ദിവസം നീണ്ട യാത്രയാണ് ഇന്നിപ്പോൾ അവസാനിക്കാൻ പോകുന്നത്. ഈ 16 ദിവസം കൊണ്ട് 110 നിയമസഭാ മണ്ഡലങ്ങളിലൂടെ യാത്ര കടന്നുപോയിരുന്നു. ഈ യാത്രയുടെ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് രാഹുലും തേജസ്വിയും ഒരുമിച്ച് ഒരു വാഹനത്തിൽ ഈ യാത്ര നയിച്ചത്. ആ യാത്രയിൽ വലിയ രീതിയിലുള്ള ജനപിന്തുണ ലഭിച്ചിരുന്നു. ആ പിന്തുണയുടെ അടിസ്ഥാനത്തിൽ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് കൂടി ഇനിയിപ്പോൾ ഈ യാത്ര വ്യാപിപ്പിക്കാനുള്ള ഒരു തയ്യാറെടുപ്പുകളാണ് ഇന്ത്യ സഖ്യം നടത്തിക്കൊണ്ടുവരുന്നത്. ഇന്ത്യ സഖ്യത്തിലെ പ്രതിപക്ഷത്തെ എല്ലാ പാർട്ടികളുടെയും പിന്തുണ ഇനി നടക്കാൻ പോകുന്ന മുന്നോട്ടുള്ള റാലികളിൽ ഉണ്ടാകുമെന്ന് കൂടി ഇപ്പോൾ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. BJP ഈ റാലി ആരംഭിച്ച സമയം മുതൽ വലിയ പ്രതിഷേധവുമായി BJP രംഗത്തെത്തിയിരുന്നു. വലിയ റാലിയിൽ ഉയർത്തുന്ന കാര്യങ്ങളെല്ലാം വ്യാജമാണ്, അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ത്യ സഖ്യം ഉയർത്തുന്നത് എന്നുള്ളൊരു കാര്യം പറഞ്ഞുകൊണ്ടായിരുന്നു ഈ ഒരു റാലിയെ തകർക്കാനുള്ള ശ്രമങ്ങൾ BJPയുടെ ഭാഗത്തുകൊണ്ട് പല ഘട്ടങ്ങളിലും ഉണ്ടായിരുന്നു. എന്നാൽ അതിനെല്ലാം അവഗണിച്ചു മുന്നോട്ട് പോകുന്നത് അതിന്റെ പരിസമാപ്തിയിലേക്ക് എത്തുന്നത്. ബീഹാറിൽ ആഞ്ഞുകുറിച്ച റാലി ബീഹാറിൽ നിന്ന് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പടരുകയാണ്. ഇനിയിപ്പോൾ മഹാരാഷ്ട്രയിലും അതോടൊപ്പം തന്നെ കർണാടകയിലും ഉൾപ്പെടെ വലിയ രീതിയിലുള്ള വോട്ടുകൾ കോൺഗ്രസ് നേതാക്കൾ ഇതിനോടകം തന്നെ ഉയർത്തിയിരുന്നു. അവിടങ്ങളിലെല്ലാം ഈ വോട്ട് ഷോർ എന്ന് പറയുന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടുള്ള പ്രതിഷേധങ്ങൾ തുടരാൻ തന്നെയാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. അത് ഈ കാണുന്ന ഈ ബീഹാറിൽ കണ്ട ജനങ്ങളുടെ പിന്തുണ തന്നെയാണ് അതിനുള്ള ഊർജ്ജം എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. ഈ തടിച്ചുകൂടിയിരിക്കുന്ന ആളുകൾ ഈ വാഹനം കടന്നു പോകുമ്പോൾ അതിന് മുന്നിൽ കയറി നിന്ന് രാഹുൽ ഗാന്ധിക്കും തേജസ്വി യാദവിനും കോൺഗ്രസിനും ആർജെഡിക്കുമെല്ലാം മുദ്രാവാക്യം വിളിക്കുന്ന നിരവധി പ്രവർത്തകരുണ്ട്. അവരാണ് ഈ മുന്നോട്ടുള്ള ഒരു ഊർജ്ജം എന്നുള്ളത്. ഈ രാഹുൽ ഗാന്ധിക്കൊപ്പം മുൻനിര ഇന്ത്യ സഖ്യത്തിലെ മുൻനിര നേതാക്കൾ എല്ലാവരും ഉണ്ട്. MA ബേബി ഉണ്ട്, D രാജു ഉണ്ട്, ആനി രാജു ഉണ്ട്, അതോടൊപ്പം തന്നെ യൂസിഫ് പത്താൻ ഉണ്ട്, സഞ്ജയ് റാവത്ത് ഉണ്ട്. വിവിധ ഇന്ത്യ സഖ്യത്തിലെ വിവിധ പാർട്ടികളിലെ മുൻനിര നേതാക്കൾ ഉൾപ്പെടെ ഈ റാലിയിൽ ഇന്ന് പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇതൊരു പുതിയ ഊർജ്ജമാണ്, മുന്നോട്ടുള്ള ഒരു ഊർജ്ജമാണ്. ബീഹാറിൽ നിന്നുള്ള ഒരു വലിയ തുടക്കമാണ് വോട്ടുകൾക്കെതിരെ. ആ തുടക്കം ഇനി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൂടി ആവർത്തിച്ച് വരുന്ന തെരഞ്ഞെടുപ്പുകളെ, പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പുകളെ എല്ലാം വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് സഖ്യത്തിന്റെ ഒരു ആത്മവിശ്വാസം. ആ ആത്മവിശ്വാസത്തിന് വലിയ കരുത്ത് പകരുന്ന ജനക്കൂട്ടമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ആ ജനക്കൂട്ടമാണ് രാഹുൽ ഗാന്ധിയുടെയും ഇന്ത്യ സഖ്യത്തിന്റെയും എല്ലാം കരുത്തതുകൊണ്ട് അവർക്ക് നഷ്ടപ്പെട്ട അവരുടെ വോട്ടുകൾ, അവരിൽ നിന്ന് തട്ടിപ്പറിക്കപ്പെട്ട, അവരിൽ നിന്ന് പറിച്ചെടുത്ത വോട്ടുകൾ അവർക്ക് തിരിച്ചു നൽകുക എന്നുള്ളതാണ് ഈ യാത്രയുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം. അതുകൊണ്ട് ആ മരിച്ചവരും ആ തട്ടിപ്പറിക്കപ്പെട്ട ആളുകൾ എല്ലാവരും അവരുടെ വോട്ടിനായിട്ട് ഇന്ന് ഗാന്ധി മൈതാനത്ത് ഒത്തുകൂടുകയായിരുന്നു. അന്ന് രാഹുൽ ഗാന്ധി ഉൾപ്പെടെ അവർക്ക് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ടാണ് ഇപ്പോൾ ഈ യാത്ര മുന്നോട്ട് പോകുന്നത്. രാഹുലും അതോടൊപ്പം തന്നെ ഇന്ത്യ സഖ്യത്തിലെ മുൻനിര നേതാക്കൾ എല്ലാവരും ആ തുറന്ന വാഹനത്തിൽ പോഴും. ശരി, തൗഫീഖ് തുടരൂ. തൗഫീഖ്.